എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ഒരു കുർത്തിയുടെ ബാക്ക് നെക്കിൻ്റെ ഡിസൈനാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കുക, ഇതിന് ഞാൻ പേപ്പർ ക്യാൻവാസ് ആണ് എടുത്തിട്ടുള്ളത്. പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് ഇതിൻ്റെ വിഡ്ത്ത് നോക്കുക, 4.5 ഇഞ്ച് വിഡ്ത്തും 6.5 ഇഞ്ച് ഡെപ്തും ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൊടുത്തതിന് ശേഷം ഇതിനൊരു ബോക്സാക്കി മാർക്ക് ചെയ്തെടുക്കുക. ബോക്സാക്കി മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിന് നമ്മളൊരു ഷേപ്പ് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മളിതിൻ്റെ ഒരു കലത്തിൻ്റെ ഷേപ്പാണ്. ഇതൊരു ബോട്ട് നെക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ബാക്ക് വശം ബോട്ട് നെക്കിനോട് ചേർന്ന് തന്നെ വരുന്ന തരത്തിലുള്ള ഒരു കലത്തിൻ്റെ ഷേപ്പാണ് ഇതിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് നോക്കുക, ഏറ്റവും നമ്മളിവിടെ ഒരു 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ 2 ഇഞ്ചിന് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്ത് നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ ഷേപ്പ് കൊടുത്ത് കൊടുക്കുകയാണ് ഇതുപോലെ. അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ ഇതിന് നമ്മളിവിടെ കെട്ടാൻ ഡോരിയൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഒരു 1/2 ഇഞ്ചോളം താഴത്തേക്ക് ഇറക്കിയിട്ടാണ് ഇതിൻ്റെ നടുഭാഗം കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു കലത്തിൻ്റെ ഷേപ്പാണ് നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുള്ളത് കറക്റ്റായിട്ട്. ഇവിടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ കൊടുത്തതിന് ശേഷം ഇതിനെ രണ്ടാമത് ഒന്നുകൂടി ഷേപ്പ് ചെയ്യാണ് നമ്മൾ. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കലത്തിൻ്റെ ഷേപ്പിനെ തന്നെ രണ്ടായിട്ട് മാറ്റുകയാണ്. അതിന് കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിന് മാർജിൻ കൊടുത്ത് നമുക്ക് ഇത് കട്ട് ചെയ്യണം. ഇത് നോക്കുക, ഇപ്പോൾ 5.5 ഇഞ്ചോളമാണ് നമ്മുടെ ഫസ്റ്റ് ഇത് വന്നിട്ടുള്ളത്, കലത്തിൻ്റെ ആദ്യത്തെ പാർട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർജിൻ കൊടുത്തിട്ട് നമുക്ക് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, സാധാരണ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്ന പോലെ. അപ്പോൾ ഇത് 2 നെക്ക് പോലെ ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഓൺലി ഇതിനെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇനി ഔട്ട്ലൈൻ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മാർക്കിങ് കൂടെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കലത്തിനെ രണ്ടായി ഭാഗിച്ചുകൂടെ. ഇനി താഴത്തെ ആ പാർട്ടിന് നമ്മൾ അതിന് ഔട്ട്ലൈൻ കൊടുത്ത് അതും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ചാണ് മാർജിൻ നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴ്ഭാഗം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഷേപ്പ് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ ഷേപ്പ് ആയാലും മതി. ഞാനിതിൽ സ്ക്വയർ ഷേപ്പായിട്ട് തന്നെയാണ് ചെയ്യണത്. ഉണ്ട് ഇതുപോലെ നമ്മൾ നേരെ സ്ക്വയർ ഷേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് 2 നെക്കും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. നോക്കുക, നമ്മൾ മോൾ ഭാഗത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി രണ്ടാമത്തെ ഈ ഷേപ്പും കൂടി നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക.
ഇത് നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ്. നിങ്ങൾക്കിത് ബ്ലൗസിനും ഇതുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു നെക്കാണ്. ബ്ലൗസിൻ്റെ ബാക്ക് നെക്കായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു നെക്കാണ്. കുറച്ചുകൂടി വൈഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ താഴ്ഭാഗം. ഈ കലത്തിൻ്റെ താഴ്ഭാഗം. അപ്പോൾ ഇത് മോൾ ഭാഗം. അപ്പോൾ ഇതിന് രണ്ടും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററിലത്തെ ഈ ലൈൻ കണ്ടു, ഇത് രണ്ടും ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് കയറി വരുന്ന തരത്തിൽ ഉണ്ട്. ഇപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു കലത്തിൻ്റെ കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടിയത്. ഇനി ഇത് കറക്റ്റായിട്ട് 2 തുണിയിൽ നമ്മൾ അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നോക്കുക, ഇത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ടും. അപ്പോൾ ഇതിൻ്റെ അരിക് ഇതുപോലെ മടക്കി അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഉണ്ട് 2 എണ്ണം നമ്മൾ കുർത്തിയുടെ ഫ്രണ്ട് പീസിൽ ഇതുപോലെ വെച്ച് പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വെച്ചതിന് ശേഷം രണ്ടാമത്തെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ കയറ്റി വയ്ക്കുക. കയറ്റി വെച്ച് ഇത് രണ്ടും വേറെ വേറെ പിൻ ചെയ്ത് പിടിപ്പിക്കുക. ഒരുമിച്ച് പിൻ ചെയ്യരുത്, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പിൻ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകല വ്യത്യാസം വരരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെച്ച് പിൻ ചെയ്ത് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക, രണ്ടും സെപ്പറേറ്റ്. അപ്പോൾ കറക്റ്റ് ഈ എഡ്ജ് കൂടെ തന്നെ ഇങ്ങനെ തയ്ച്ച് പോരുക. അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മുകളിലത്തെ നെക്കും കൂടിയും ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ ആ കെട്ടിനുള്ള ഡോരി നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇതിവിടെ കയറ്റി കൊടുക്കണം. അപ്പോൾ ആ കലത്തിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഡോരി ഇതുപോലെ കയറ്റി കൊടുക്കുക. അത് ഇങ്ങനെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് 2 നെക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ്. ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി സ്റ്റിച്ച് ആവരുത്, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സൈഡിലും ഡോരി ഇതുപോലെ കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ 2 നെക്കും ഇപ്പോൾ അറ്റാച്ചായി കഴിഞ്ഞു. ഇനി ഇത് കട്ട് ചെയ്യണത് നോക്കുക. നമ്മൾ ഈ താഴത്തെ പീസ് നമ്മളൊരു ഹോളായിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ഈ കുർത്തിയുടെ തന്നെ ഫ്രണ്ട് നെക്ക് നിങ്ങൾ ഓൾറെഡി ബോട്ട് നെക്കിൽ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് വെക്കുന്നുണ്ട്. ആ സ്ട്രിപ്പ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല. ഇനി ഈ നെക്കും നമ്മൾ ഇതുപോലെ കറക്റ്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക.
ഇനി നമ്മളിതിന് അപ്പുറത്തേക്ക് 2 നെക്കും ഇതുപോലെ സൈഡൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നേരെ ബാക്കിലേക്ക് മടക്കി നന്നായി അയൺ ചെയ്തെടുക്കുക. അല്ല ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം അയൺ ചെയ്തെടുക്കുക. നോക്കുക, ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇനി നോക്കുക, ഇനി നമ്മളിതിൽ ഈ സ്ട്രിപ്പുകൾ വെച്ച് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് അയൺ ചെയ്തെടുത്തിരിക്കുകയാണിത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെന്ന്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഡോരി ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോ ഉണ്ട്. 280ഓളം വീഡിയോ ഉണ്ട് ചാനലിൽ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നോക്കുക, ഇതുപോലെ ആണ് നമ്മളിത് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന പണി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ആ ഷേപ്പും അതുപോലെ ഗ്യാപ്പും എല്ലാം കറക്റ്റ് ചെയ്തിട്ട് തയ്ക്കണമെങ്കിലുള്ള ഒരു പണിയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീർച്ചയായിട്ടും നോക്കുക. അല്ലേ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ വേണം നമുക്ക് ഇത് വെച്ച് തയ്ച്ചെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക, ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഒരു പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഈ ഷേപ്പ് അതിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക പേപ്പറിലേക്ക്. ഈ പേപ്പറുമ്പോൾ നമ്മൾ ആ പീസുകൾ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ പേപ്പർ ഇതിൽ വെച്ച് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്യുക. സെൻറ്റർ കറക്റ്റ് ചെയ്യാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഈ 2 തുമ്പും കൂടി ഇങ്ങനെ വെച്ചിട്ട് നേരെ നടുമടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ പേപ്പർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലേ, ഇനി അതിൽ ഞാൻ ഇതുപോലെ ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓരോ ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഇതുപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അതിൽ ഇത് സ്ട്രെയിറ്റ് ലൈനിൽ വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ വരയ്ക്കാൻ മറക്കരുത്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് നല്ല കറക്റ്റായിട്ട് കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ വരച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കുക, നമ്മൾ ഇത് കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടു, ഇതുപോലെ നേരെ ഇതിൻ്റെ അടിയിൽ വെച്ച് തയ്ച്ചെടുക്കുക എന്നുള്ള ഒരൊറ്റ പണിയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏറ്റവും ആദ്യം ഈ പീസ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുക. അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ നെക്ക് മടക്കി അടിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ എഡ്ജ് കൂടെ തന്നെ ഇത് തയ്ച്ച് പോരുക. തയ്ച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ സ്ട്രിപ്പുകൾ കറക്റ്റായിട്ട് ഇവിടെ അറ്റാച്ച് ആവും. ഇപ്പോൾ സ്ട്രിപ്പുകൾ കറക്റ്റായിട്ട് അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ ഏറ്റവും ആദ്യം ഇവിടുന്ന് വലിച്ചു കയറി കളയണം. നോക്കുക, നമ്മൾ ഇത് കറക്റ്റ് ഹോളുകളായി.
ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ നെക്കിൻ്റെ ഇത്രയും ഭാഗം ഇവിടെ തീർന്നിട്ട്, അപ്പോൾ ഇനി നോക്കുക, ഇനി നമ്മൾ ഈ മുകളിലത്തെ മെയിനായിട്ടുള്ള നെക്കിൻ്റെ ആ ഭാഗം കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ച് നമ്മൾ ഇതിൻ്റെ എഡ്ജ് കൂടെ തയ്ച്ചെടുക്കുക. അപ്പോഴാണ് ആ ഭാഗം അവിടെ സെറ്റാവുള്ളൂ, അല്ലെങ്കിൽ അത് തുറന്നിരിക്കും. അപ്പോൾ അതിൽ ഒരു 2 ലൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെച്ച ഈ സ്ട്രിപ്പിൻ്റെ എൻഡ് അവിടെ അതിനകത്ത് കയറിപ്പോവുകയും ചെയ്യും, അത് പിന്നെ കാണൂല. അപ്പോൾ ഇതുപോലെ ഇത് മടക്കി തയ്ക്കുക. അതിനുശേഷം ഒരു പല്ലിൻ്റെ വീതിക്ക് രണ്ടാമത് ഒരു ലൈനും കൂടി നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രിപ്പ് വെച്ചതിൻ്റെ തല ഒന്നും തന്നെ കാണില്ല, എല്ലാം ഇതിൻ്റെ അടിയിൽ കറക്റ്റായി പോയി ഫിക്സ് ആയിക്കോളും. അപ്പോൾ നോക്കുക, നമ്മളുടെ ഈ നെക്ക് തീർന്നു. ഇത് അത്രയും ഭംഗിയുള്ള ഒരു നെക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ളതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടിയും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ നമ്മൾ കിങ്ങിണി ഒക്കെ ഉണ്ടാക്കുന്നതിനെല്ലാം സെപ്പറേറ്റ് വീഡിയോകളുള്ളതാണ്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, സംശയമുള്ള ആൾക്കാർ അതിൽ കണ്ടു നോക്കുക. അപ്പോൾ നോക്കുക, ഈ വീഡിയോ നമ്മുടെ ഇവിടെ കഴിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.